മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചിലപ്പോൾ തോന്നാറുണ്ട്, ഒരേ വിഷയത്തെക്കുറിച്ച് സുദീർഘമായ കാലയളവിൽ നിരന്തരം ഇതുപോലെ ക്ലാസ് എടുക്കണം, അത് യൂട്യൂബിൽ സീരിയലായിട്ട് വരണം, ഇടയ്ക്ക് മറ്റ് വിഷയങ്ങൾ വരരുത്, അത് വന്നാൽ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ആവുമെന്നെല്ലാം തോന്നാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം CPM സെക്രട്ടറി പിണറായി വിജയൻ സാറിൻ്റെ കമൻറ്റും DYFIയുടെ പിന്മാറ്റവും മാതൃഭൂമി എഡിറ്റോറിയലും കോഴിക്കോട് നടന്ന ചുംബനവുമെല്ലാം ചേർത്ത് ഈ ഭക്ഷണവും ആരോഗ്യവും എന്ന വിഷയം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ വിവരിക്കുകയുണ്ടായി. അങ്ങനെ വിവരിച്ചത് കുറേ അധികം വ്യക്തികൾ കമൻ്റ് പറഞ്ഞു, ഏറ്റവും അഭികാമ്യമായ സമയത്താണ് ഇത് പറഞ്ഞത് എന്ന്. അപ്പം എനിക്ക് തോന്നുന്നു, ഇങ്ങനെ സീരിയലായിട്ട് ഒരേ വിഷയം കുറേ ദിവസങ്ങൾ പറയുന്നതിനേക്കാളും അത് സീരിയലായിട്ട് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴും സമകാലീന പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചും അപ്പപ്പം തന്നെ പറയണമെന്ന് തോന്നി, അപ്പപ്പം തന്നെ പറയണമെന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും പ്രതികരണവും ഉണ്ടായാൽ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആറിയ കഞ്ഞി പഴം കഞ്ഞി എന്ന്. ആ വിഷയം ഉത്ഭവിച്ചു, അത് കുറച്ച് നേരം നിലനിന്നു, അത് മനുഷ്യ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അതിനുശേഷം അതിനെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് എന്ന ഒരു തോന്നൽ വരും. അതുകൊണ്ട് ഇന്ന് ഞാൻ വീണ്ടും ആരോഗ്യവും ഭക്ഷണവും എന്ന വിഷയം മാറ്റി മറ്റൊരു വിഷയത്തിലേക്ക് പോവാണ്. അതിലാദ്യം എടുത്തു പറയാനുള്ളത്, ഒരു ഭാരതീയനായതിൽ, ഒരു ഭാരതീയ രക്തത്തിൻ്റെ അവകാശിയായതുകൊണ്ട്, ഭാരതത്തിൻ്റെ പൈതൃകം 48 വർഷം 50 വർഷം പഠിക്കാൻ ഭാഗ്യം കിട്ടിയതുകൊണ്ട് ആ ഭാരതീയരുടെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും ഉജ്ജ്വലമായൊരു നിമിഷമായിരുന്നു ഇന്നലെ കൈലാസ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയത്, ഇന്നലെ അദ്ദേഹവുമായിട്ട് വിവിധ ഇന്ത്യൻ ചാനലുകളും ഫോറിൻ ചാനലുകളും BBC പോലെയുള്ള ചാനലുകളും ഇന്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അത് അഭിമാനാർഹമായ കാര്യമാണ്, നല്ല കാര്യമാണ്. 1ാം ക്ലാസ് മുതൽക്ക് വിദ്യാർത്ഥികളുടെ ജീവിതം ആരംഭിക്കുന്ന മുതൽക്ക് മറ്റു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിച്ചു പോന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യത്തിൽ അതിന് റിവാർഡ് എന്ന രീതിയിൽ നോബൽ സമ്മാനം കിട്ടിയതിൽ വളരെ 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 അഭിമാനമുണ്ട്. അത് പറയാനല്ല ഞാൻ ഇന്നത്തെ ഈ ചെറിയ സന്ദേശം നൽകുന്നത്. ഒരു ഇന്ത്യക്കാരന് ഏറ്റവും അധികം അഭിമാനം തോന്നുന്ന നിമിഷമായിരിക്കണം മറ്റൊരു ഇന്ത്യക്കാരൻ അത് സമ്മാനം കിട്ടുകയോ ലോക നേതൃത്വ നിരയിൽ വരികയോ ഇന്ത്യക്കാര് കളികളിൽ ജയിക്കുകയോ അല്ലെങ്കിൽ അന്തർദേശീയ സ്ഥാപനങ്ങളുടെയും
പ്രസ്ഥാനങ്ങളുടെയുമെല്ലാം മുൻനിരയിൽ വരികയോ ചെയ്യുമ്പോൾ തോന്നുന്ന എല്ലാ അഭിമാനവും എനിക്ക് നിറഞ്ഞ ഹൃദയത്തോടു കൂടി തോന്നുന്നു എന്ന് ആദ്യം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ സ്വന്തം നാട്ടുകാരനെ കുറിച്ച് പറയാതെ മറ്റൊരു നാട്ടുകാരിയെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് വരാതിരിക്കാൻ ആ അഭിമാനം നിറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി അതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് മുഴുവനും പാകിസ്ഥാനിയായ, എനിക്ക് തോന്നുന്നു 17 വയസ്സായിട്ടുള്ള മലാല എന്ന പെൺകുട്ടിക്ക് നോബൽ സമ്മാനം കിട്ടുന്നതിനോടനുബന്ധിച്ച് ആ കുട്ടിയെ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ചിന്തകരും പത്രമാധ്യമ പ്രവർത്തകരും കുട്ടികളും പൊതുപ്രവർത്തകരും ചേർന്ന് സ്വീകരണം നൽകുകയും ഒരു വശത്ത് പ്രസംഗിക്കാൻ പറയുകയും മറ്റൊരു വശത്ത് ഇന്റർവ്യൂ നടത്തുകയും അതുപോലെ തന്നെ കമന്റ് പറയിപ്പിക്കുകയുമെല്ലാം ചെയ്തപ്പോൾ തുറന്ന ഹൃദയത്തോടുകൂടി ആ മലാല എന്ന പെൺകുട്ടിയുടെ വാക്കുകളും പ്രവൃത്തിയും ബോഡി ലാംഗ്വേജും കാണാൻ സാധിച്ചവർക്ക് ഒരു സംശയമില്ല, നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, എനിക്കും ഇതുപോലൊരു മകൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന അത്രയും അടുക്കും ചിട്ടയും പക്വതയും വീക്ഷണവും ദർശനവും അഭിമാനവുമെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും ശാന്തതയുടെ പര്യായമായി മാറിയ മലാല എന്ന പെൺകുട്ടിയുടെ ധീരതയുടെ കഥ, ധീരതയുടെ ചരിത്രം എന്ന വാക്കാണ് ശരി, കഥ എന്നുള്ളതിനേക്കാളുപരി. ഒക്ടോബർ 9, 2012 തലയ്ക്ക് വെടിയേറ്റ് ബോധമില്ലാതെ കിടന്ന് അതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ വന്ന ആ പെൺകുട്ടിയോട് ചോദിച്ച ചോദ്യം ആ വെടിയുണ്ട ഏറ്റത് ഓർമ്മയുണ്ടോ എന്നാണ്. അത് ഞാൻ ഓർമ്മിക്കണില്ല, അത് ഓർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. എലിസബത്ത് രാജ്ഞി നിന്നെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, ഈ രാജ്ഞിയെ കാണാൻ പോകുന്നുണ്ടോ എന്ന അടുത്ത ചോദ്യത്തിന് ഉത്തരം, ഒരു രാജ്ഞി എന്നുള്ള നിലയ്ക്ക് അവര് നൽകിയ ക്ഷണവും നിർദ്ദേശവും സ്വീകരിക്കേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പോകുന്നുണ്ട്. എന്താണ് ഇപ്പൊ നിനക്ക് തോന്നുന്നത്? നോബൽ സമ്മാനം കിട്ടിയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല ഈ ലോകത്തിലെ കുട്ടികളെ അടിമവേലയ്ക്ക് ഉപയോഗിക്കാതെ അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് വാദിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ല ലോകത്തില്. നിനക്ക് മറ്റുള്ളവരോട്, ലോകരാഷ്ട്ര നേതാക്കളോട് എന്താണ് പറയാനുള്ളത്? ഒരു തോക്ക് മേടിച്ചു കൊടുക്കൽ എളുപ്പമാണ്, പുസ്തകം മേടിച്ചു കൊടുക്കലാണ് വിഷമമുള്ളത് എന്ന് ഇന്ന് സമൂഹം വിചാരിക്കുന്നു. ഒരു ടാങ്ക് ഉണ്ടാക്കൽ എളുപ്പമാണ്, വിദ്യാലയം ഉണ്ടാക്കൽ എളുപ്പമല്ല. ഒരു കുട്ടിയെ വേലയ്ക്ക് എടുക്കൽ എളുപ്പമാണ്, അവനെ പഠിക്കാൻ വിടുന്നത് എളുപ്പമല്ല എന്ന് വിചാരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു ഡസൻ കമ്പാരിസൺ കയ്യിൽ ഒരു പേപ്പറുമില്ലാതെ പറഞ്ഞ ആ കുട്ടിയുടെ വരികള് ഹൃദയസ്പർശിയായിരുന്നോ അല്ല ഹൃദയത്തിന്റെ ഉള്ളില് ആഴ്ന്നിറങ്ങിയെന്നോ എന്ത് പറഞ്ഞാലും വിരോധമില്ല. നോബൽ സമ്മാനം വാങ്ങിച്ചതിന് ശേഷം എന്ത് സന്ദേശാ കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ഏതോ ജന്മത്തിലെ ആ ബുള്ളറ്റ് തലയുടെ ഉള്ളിലൂടെ കയറിയ കുട്ടിക്ക് തലയ്ക്കകത്തുള്ള മെമ്മറി ബഡ്സ് എല്ലാം അസാധാരണമാം വിധത്തിൽ ആക്റ്റീവായതുപോലെ ആ കുട്ടി പറഞ്ഞത്, ഇന്ന് ഈ നിമിഷത്തോടെ ചൈൽഡ് ലേബർ, ബാലവേല നിർത്തുന്ന ലെവലിലേക്ക് ലോകം ഉയരട്ടെ. ഇനി സ്കൂളിലേക്ക് പോകാത്ത കുട്ടികള്
ഈ നിമിഷം മുതൽക്കില്ലാതെയായി തീരട്ടെ. ഈ ലോകത്തിലെ കുട്ടികൾക്ക് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ലോക ജനത ഉണ്ടാക്കട്ടെ. ഈ ദിവസം മുതൽക്ക് ആ കുട്ടികൾക്ക് അതിൻ്റെ ജന്മാവകാശം നൽകുന്ന ദിവസം ഇന്ന് ഈ നിമിഷം മുതൽക്കായി തീരട്ടെ. ഓരോ കുട്ടിയും മറ്റു കുട്ടികളെ പോലെ തന്നെയാണ് എന്ന് ലോകം അറിയട്ടെ. ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ശൈശവ വിവാഹം എന്ന അപരാധം ഇന്നു മുതൽക്കില്ലാതെയായി തീരട്ടെ. ലോക ജനതയുടെ മുമ്പിൽ എല്ലാവരും ഒന്നായി തീരട്ടെ. സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിനെ കരിവാരി തേക്കുന്നത് ഈ ദിവസം മുതൽക്കില്ലാതെയാവട്ടെ. തോക്കുകൊണ്ട് കഥ പറയുന്ന ഹീനമായ ആ തീവ്രവാദം ഈ നിമിഷം മുതൽക്കില്ലാതെയാവട്ടെ. ഇതൊരു കവിത മാതിരിയാണ്. എബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ ഒരു സ്കൂളിലെ ടീച്ചറിലെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞത് അത് ഇതിൻ്റെ പര്യായം പോലെയാണ്. അതിലെ വാക്കുകളൊന്നും മലാല ഉപയോഗിച്ചിട്ടില്ല, അതിലെ സന്ദേശങ്ങളും മലാല ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അത് കോപ്പിയടിച്ചതല്ല. എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കാനാണ് എൻ്റെ മകനെ പഠിപ്പിക്കേണ്ടത്, ചിരിക്കുന്നവരോടൊപ്പം ചിരിക്കാനല്ല. സത്യം പറയുന്ന 5 പേരും അസത്യം പറയുന്ന 50,000 പേരും ഉണ്ടെങ്കിൽ 5 പേരോടൊപ്പം എൻ്റെ മകനെ നിർത്തണം. അതുപോലെ തന്നെ അസത്യത്തിനും അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനുമെതിരെ പോരാടാനാണ് എൻ്റെ മകനെ പഠിപ്പിക്കേണ്ടത്. മറ്റൊരുവന്റെ തോളിൽ ചാരി നിന്നുകൊണ്ട് വളരാനല്ല, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വളരാനാണ് അവനെ പഠിപ്പിക്കേണ്ടത്. മറ്റേതൊരു സാധാരണ കുട്ടിയെയും പോലെ സാധാരണക്കാരൻ്റെ വേദന അറിയിപ്പിച്ചു വേണം അവനെ വളർത്താൻ. ഇത് എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ, ഹൃദയസ്പർശിയായ വേദതുല്യമായ വാക്കുകൾ. അത്ര തന്നെ തുല്യമായിട്ടുള്ള വാക്കുകളായിരുന്നു മലാലയുടേത്. ഇന്നലെ BBC ഇന്റർവ്യൂവിൽ കേട്ടു, CNN IBN ഇന്റർവ്യൂവിൽ കേട്ടു. പിന്നെ എല്ലാ ചാനലുകളും ആ കുട്ടിയുടെ പ്രസംഗവും ഇന്റർവ്യൂവും കേട്ടപ്പോൾ അറിയാതെ ഇരുന്ന സ്ഥലത്ത് നിന്ന് തൊഴുതുപോയി ആ കുട്ടിയെ. തീവ്രവാദത്തെ ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലോകത്തിൽ എന്തിനെങ്കിലും ഭയപ്പെടണം? എൻ്റെ ലക്ഷ്യവും മാർഗവും വ്യക്തമായ സ്ഥിതിക്ക് മരണം വരെ അത് ചെയ്യുക എന്നുള്ളത്, അത് ഉപനിഷത്തിലെ വാക്കുകൾ പോലെ ധന്യമായി തോന്നി എനിക്ക്. കുട്ടികൾ ഈ മലാലയെ സ്വീകരിച്ചപ്പോൾ ശാന്തമായ വാക്കിലൂടെയാണ് ആ കുട്ടി പ്രതികരിച്ചത്. ശാന്തമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത്രയും ശാന്തമായിട്ട് പ്രതികരിക്കാൻ സാധിക്കുന്ന അത്രയ്ക്കും മെച്യൂരിറ്റി ആ കുട്ടിയുടെ വാക്കുകളിലും ബോഡി ലാംഗ്വേജിലും. ആ കുട്ടി എക്സൈറ്റഡ് ആയിരുന്നില്ല, ത്രിൽഡ് ആയിരുന്നില്ല, ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക് അതിൽ നിന്ന് വന്നിട്ടില്ല. ചോദിച്ച ചോദ്യത്തിന് മിനിമം വാക്കുകളിലൂടെ മാക്സിമം സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ ആ പെൺകുട്ടി മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞില്ല, പ്രതിഷേധിക്കാൻ പറഞ്ഞില്ല, ചുംബനം നടത്തിയിട്ട് പ്രതികരിക്കാൻ പറഞ്ഞില്ല. ആ കുട്ടി പറഞ്ഞത് നന്മയുടെ വഴിയിലൂടെ, വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലൂടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാനുള്ള വഴിയിലൂടെ. അവരെല്ലാം പറയുമ്പോഴും ഒരു പാകിസ്ഥാനി പെൺകുട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും അധികം എൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പല പ്രാവശ്യം ആ കുട്ടി പറയുകയുണ്ടായി. ആ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വികസിത രാഷ്ട്രമായി തീരാൻ ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഒരു സ്ത്രീ പ്രധാനമന്ത്രിയായ ഒരേ ഒരു മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ എന്നും ആ കുട്ടി പറഞ്ഞു. സാധിക്കുമെങ്കിൽ ആ ലെവലിലേക്ക് എത്തണമെന്ന് മലാല പറഞ്ഞു. അത് പറയുമ്പോഴും 17 വയസ്സുകാരിയുടെ മുഖത്ത് നാണമോ അല്ലെങ്കിൽ അതിൻ്റെ പര്യായമായ ലജ്ജയോ അല്ലെങ്കിൽ ഒരു സംശയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവിക തുല്യമായ ഈശ്വരീയമായ
വിചാര വികാരങ്ങളും മാത്രം. ഇങ്ങനൊരു പെൺകുട്ടിയുമായിട്ടുള്ള പലരും നടത്തിയ ഇന്റർവ്യൂവും ആ കുട്ടിയുടെ പ്രഭാഷണത്തിലെ കണ്ടന്റും ആത്മവിശ്വാസവും ഏത് ചോദ്യത്തിനും ഒരു പേപ്പറും കയ്യിലില്ലാതെയും ഏത് സുദീർഘമായ പ്രഭാഷണവും ഒരൽപ്പം പോലും പതറിച്ചയില്ലാതെയും അത് പറയാൻ സാധിച്ച കുട്ടിയോട് ചോദിച്ചു, ഈ ലോകത്തിലെ ആരോടെല്ലാമാണ് ഫൈറ്റ് ചെയ്യേണ്ടി വന്നത്, അമ്മ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എൻ്റെ അമ്മ എന്നെയും എൻ്റെ അച്ഛനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെതിരെയാണ് ആദ്യം പ്രതികരിക്കേണ്ടി വന്നത്? ഒരൽപ്പം പോലും സംശയിക്കാതെ ആ കുട്ടി മറുപടി പറഞ്ഞു, എൻ്റെ സഹോദരന്മാർക്കെതിരെ. അവർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ യുദ്ധം തുടങ്ങിയത്, ഫൈറ്റ് തുടങ്ങിയത് എൻ്റെ വീട്ടിനകത്ത് നിന്നാണ്. അവിടെ ഞാൻ ജയിച്ചു. എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വരികള് ഞാൻ ഇത്രയും ഇവിടെ പറയാൻ കാരണം ആ കുട്ടിയെ അഭിനന്ദിക്കല് മാത്രമല്ല എൻ്റെ മനസ്സിൽ ഉദയം ചെയ്തത്, ഭാരതമെമ്പാടും സ്ത്രീകൾക്ക് അഥവാ പെൺകുട്ടികൾക്ക് എതിരെ നടക്കുന്ന ചില അന്യായങ്ങൾ, ആ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അനീതിയും അധർമ്മവും അന്യായവും, അത് ഭാരതത്തിലെ ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. ഏത് പോലീസ് സ്റ്റേഷനിൽ എത്ര പോലീസുകാരെ നിയമിച്ചാലും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്നറിയണമെങ്കിൽ കണ്ണടച്ച് ഭാരതത്തിന്റെ വിസ്തൃതി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇന്നുമുണ്ട് വെള്ളവും വെളിച്ചവും എത്താത്ത കുഗ്രാമങ്ങള്. അവർക്ക് പോലീസുകാർ തന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ, നീതിന്യായ വ്യവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ഞാൻ അമേരിക്കയില് ഒരു യാത്ര പോയിരുന്നു. അനാർബറിൽ നിന്ന്, മിഷിഗണിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് പോയപ്പോ ഗ്രേ ഹൗണ്ട് വണ്ടിയിലാ പോയത്. അത് ചില ബസ് സ്റ്റേഷനുകളിൽ നിർത്തുന്നത് കാണുമ്പോ ബസ്സിനകത്തുള്ളവർ തന്നെ പറയും, ഡോണ്ട് ഗോ ഔട്ട്സൈഡ്, ഡോണ്ട് ഗോ ഫാർ അവേ, റിസ്കി പ്ലേസ്, യുവർ ലൈഫ് വിൽ ബി അണ്ടർ ത്രെറ്റ് എന്ന് ധാരാളം സ്ഥലത്ത് അമേരിക്കയിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഷിക്കാഗോയിൽ ഇറങ്ങിയപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വന്ന വ്യക്തി ഫോണിലൂടെ വിളിച്ചു പറഞ്ഞത്, ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോവരുത്, ജീവൻ റിസ്ക് ആണ്. വാഷിംഗ്ടണിൽ ഇറങ്ങിയപ്പോ ഒരു ടാക്സി അന്വേഷിച്ചപ്പോ പോലീസുകാരൻ പറഞ്ഞത്, യു വാണ്ട് എ ഗുഡ് ടാക്സി ഇൻ ദ മർഡറേഴ്സ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ആ പോലീസുകാരൻ വാഷിംഗ്ടണിനെ കുറിച്ച് തന്നെ മർഡറേഴ്സ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നാ പറഞ്ഞത്. ഇതൊന്നും ഒരു ദേശത്തെ കുറിച്ച് കുറ്റം പറയാനല്ല ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത്. ലോകത്തിലെ ഏറ്റവും വികസിത രാഷ്ട്രങ്ങളിലും ഇത് നടക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ അത് നടക്കുന്നതിനെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. മറിച്ച് മലാല എന്ന പെൺകുട്ടിയുടെ ധീരത, ആ ധീരതയും വരും വരായികകൾ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റവുമുണ്ടെങ്കിൽ ആ ചങ്കൂറ്റം ഉണ്ടാക്കണം. അത് ജന്മനാൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്ന് ആ ചങ്കൂറ്റം ഉണ്ടാവുന്നു, അന്ന് ഭാരതത്തിലെ സ്ത്രീകൾ സ്വതന്ത്രരാകും. അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെ പ്രതികരിക്കണം എന്നും അവനവന് പ്രശ്നം വരുമ്പോൾ മാത്രമേ നമ്മൾ തീവ്രമായിട്ട് പ്രതികരിക്കേണ്ടതുള്ളൂ എന്നുള്ള ധാരണയും കുറെയെങ്കിലും മാറണം. മറ്റുള്ളവർ പ്രതികരിക്കണമെങ്കിൽ അവർക്കും മലാലയെ പോലെയുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. അതുണ്ടാവണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തതല്ല. ഉണ്ടാക്കിയപ്പോൾ പ്രതികരണം വളരെ വളരെ ശുഭോദർക്കമായിരുന്നു, ഗംഭീരമായിരുന്നു. എവിടെയെല്ലാം കുട്ടികളും പെൺകുട്ടികളും അതുപോലെ റിസ്കില് ഏർപ്പെട്ടു പോകുന്ന, അബദ്ധത്തിൽ ചെന്ന് വീഴുന്നവരും പ്രതികരിക്കുന്നുണ്ടോ, അവിടെ സമൂഹം അവരുടെ കൂട്ടത്തിലുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മനുഷ്യരാരും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ പോവുകയും അറിഞ്ഞുകൊണ്ട് കൊച്ചിൻ മറൈൻ ഡ്രൈവിലും കോഴിക്കോടും ബാംഗ്ലൂരും ഇനി ആലപ്പുഴയിലുമെല്ലാം നടക്കുന്ന
ചുംബനത്തിൽ മാതൃഭൂമി എഡിറ്റോറിയലിന്റെ ആഹ്വാനമനുസരിച്ച് ഇറങ്ങി പുറപ്പെടുകയും എല്ലാം ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും കൂടി അറിഞ്ഞ് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും. അല്ലെങ്കിൽ ഏത് പ്രശ്നത്തിലും ഇടപെടുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റവും ഉണ്ടെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ട് ഇറങ്ങാം. അല്ലാതെ അവൻ എന്നെ തല്ലി, ഇവൻ എന്നെ ഉന്തി, ഇവൻ എന്നെ കാലുവലിച്ചു എന്നൊക്കെ പറയാൻ നമ്മുടെ നായകന്മാരും ലേഖകന്മാരും എഴുത്തുകാരും ഭാര്യയെയും കൊണ്ട് പബ്ലിക്കായിട്ട് ചുംബിക്കാൻ പോയപ്പോൾ തല്ല് കിട്ടിയതിനെ കുറിച്ച് കരയാനാണെങ്കിൽ ഇറങ്ങി പുറപ്പെടാതിരിക്കുക. ഇറങ്ങി പുറപ്പെട്ട മലാല എന്ന പെൺകുട്ടി തലയ്ക്കുള്ളിലൂടെ ബുള്ളറ്റ് പോയിട്ട് മരണത്തിന്റെ അവസാനം വരെ എത്തിയിട്ട് തിരിച്ചു വന്നപ്പോഴും ആ ചങ്കൂറ്റം കൈവിട്ടില്ല. ആ കുട്ടി താൻ ധീരകൃത്യമാണ് ചെയ്തതെന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. അത്ര ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച വരികള് കേൾക്കാൻ സാധിച്ചത്. മലാല എന്ന പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. സത്യാർത്ഥി, കൈലാസ് സത്യാർത്ഥി പറഞ്ഞതിനേക്കാൾ ഗംഭീരമായിരുന്നു 17 വയസ്സായിട്ടുള്ള ഈ കുട്ടി പറഞ്ഞത്. 67 വയസ്സായിട്ടുള്ള സത്യാർത്ഥിക്ക് അഭിമാനത്തോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഉത്കൃഷ്ടമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് പറഞ്ഞപ്പോൾ മലാല പറഞ്ഞത് അതിന് വേണ്ടതെല്ലാം ചെയ്യും, സാധിക്കുന്നതെല്ലാം ചെയ്യും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ലോക ജനത എൻ്റെ കൂടെയുണ്ട്. ആ ലോക ജനതയുടെ ശബ്ദമായിരിക്കും എൻ്റെ ശബ്ദം. ലോകത്തിലെ വേദനിക്കുന്നവരുടെ ശബ്ദമായിരിക്കും എൻ്റെ ശബ്ദം. ലോകത്തിൽ പട്ടിണി കിടക്കുന്നവരുടെ ശബ്ദമായിരിക്കും എൻ്റെ ശബ്ദം. ലോകത്തിൽ വിദ്യാഭ്യാസം കിട്ടാത്തവരുടെ ശബ്ദമായിരിക്കും എൻ്റെ ശബ്ദം. ആ ശബ്ദത്തോടൊപ്പം ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് ഈ സമ്മാനം ഏറ്റവും അധികം പ്രോത്സാഹനം നൽകുന്നു എന്ന ആ കുട്ടിയുടെ വരികൾ ഹൃദയസ്പർശിയായിരുന്നു. എല്ലാ കുട്ടികളോടും എല്ലാ വിദ്യാർത്ഥിനികളോടും പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ ഭാരതത്തിൻ്റെ ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ, ഭാരതത്തിൽ ഇന്നും പ്രശ്നമുണ്ടാക്കുന്ന അയൽരാജ്യമായ പാകിസ്ഥാന്റെ വീരപുത്രിയാണ് മലാല എന്ന് അറിഞ്ഞുകൊണ്ട് മലാല എന്ന വ്യക്തി നമുക്ക് ഒരു മാതൃകാ സ്ത്രീ, കുട്ടി അല്ലെങ്കിൽ വ്യക്തിയായി തീരട്ടെ. പ്രത്യേകിച്ചും യുവതലമുറയിലുള്ള ചങ്കൂറ്റമുള്ള സമൂഹ പ്രവർത്തനത്തില്, സാമൂഹ്യ പ്രവർത്തനത്തില് മുന്നിട്ടിറങ്ങാൻ കഴിവുള്ള കുട്ടികള് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ ചങ്ങല കൊണ്ട് വളയലും അല്ലെങ്കിൽ ബസ്സിന് കല്ലെറിയലും എല്ലാം ചെയ്ത് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഇറങ്ങുന്നതിന് പകരം മലാലയെ പോലെ ഇറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.